വരാപ്പുഴ ബസിലിക്ക തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ 352 ദർശന തിരുനാൾ ഓഗസ്റ്റ് 9 മുതൽ 15 വരെ നടക്കും. ഓഗസ്റ്റ് 9 വൈകിട്ട് 6 മണിക്ക് മാതാവിന്റെ രൂപത്തിൽ തിരുവാഭരണം ചാർത്തൽ, തുടർന്ന് വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കൽ കൊടികയറ്റുന്നതോടെ തിരുനാൾ ദിനങ്ങൾക്ക് ആരംഭമാകും. തുടർന്ന് സഹായമെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, വചന സന്ദേശം, ലതീഞ്ഞ എന്നിവ നടക്കും. വചന സന്ദേശം നൽകുന്നത് പരിയാരം പാതുവ കപ്പുച്ചിൻ ആശ്രമം റവറന്റ് ഫാദർ ജോനാഥ് കപ്പുച്ചിൻ. കാഴ്ച സമർപ്പണം മതബോധന അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കും. പ്രധാന തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 രാവിലെ 10 ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി മുഖ്യ കാർമ്മികൻ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത മോസ്റ്റ് റവറന്റ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിക്കും. വചന സന്ദേശം നൽകുന്നത് ചേരാനല്ലൂർ സെയിന്റ് ജെയിംസ് ദേവാലയം വികാരി വേരിഫിക്കൽ റവറന്റ് ഫാദർ കപ്പിസ്ഥാൻ ലോപ്പസ്. കാഴ്ച സമർപ്പണം പ്രസുദ്ധേന്തി അമ്പാട്ട് ആന്റണി കൊറയയും കുടുംബാംഗങ്ങളും നിർവഹിക്കും. തുടർന്ന് പ്രദക്ഷിണം നടക്കും. ഓഗസ്റ്റ് 14 വൈകിട്ട് 5 പെരിയാറിൻ തീരത്ത് പ്രസിദ്ധേന്തി അമ്പാട്ട് ആന്റണി കൊറയ നിർമ്മിച്ചു നൽകുന്ന പരിശുദ്ധ കർമ്മല മാതാവിന്റെ 22 അടി ഉയരമുള്ള വലിയ സ്വരൂപത്തിന്റെ ആശീർവാദ കർമ്മം മഞ്ഞുമൽ പ്രൊവിൻഷ്യൽ വെരിഫിക്കൽ റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ മുളൂർ OCD നിർവഹിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ വരാപ്പുഴ ബസിലിക്ക റെക്ടർ വേരിഫിക്കൽ റവറന്റ് ഫാദർ ജോഷി ജോർജ് OCD പറഞ്ഞു. സഹവികാരി റവറന്റ് ഫാദർ ഫ്രാൻസിസ് തോട്ടകര OCD, അമ്പാട്ട് ജോൺസൺ ഇഗ്നീഷ്യസ് കൊറിയ, വാർഡ് മെമ്പർ ജോൺസ് പുതുശ്ശേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. വരാപ്പുഴ ബസിലിക്ക അതിൻ്റെ 352 മധ്യസ്ഥ തിരുനാൾ കൊമ്പ്രേരിയ തിരുനാൾ ആഘോഷിക്കുകയാണ്. വരാപ്പുഴ ബസിലിക്ക നമുക്കറിയാം, വരാപ്പുഴ അതിരൂപത ഇപ്പോഴും അറിയപ്പെടുന്നത് വരാപ്പുഴ അതിരൂപത എന്നൊക്കെ ഈ നാടിൻ്റെ പേരിലാണ്. കാരണം വരാപ്പുഴ അതിരൂപതയുടെ ഉത്ഭവ കേന്ദ്രമാണിത്. ഇവിടെയാണ് വിദേശ മിഷണറിമാർ, പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ ദേവാലയം നിർമ്മിച്ച മത്തേവൂസ് പാതിരി, ഇറ്റാലിയൻ മിഷണറി ആയിരുന്ന മത്തേവൂസ് പാതിരി 1673 ആണ്ടിൽ ഇവിടെ എത്തി. അദ്ദേഹമാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. അതിനുശേഷം കർമ്മലിത്ത മിഷണറിമാരുടെ നിരന്തരമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. വരാപ്പുഴ അതിരൂപതയുടെ നിരവധി വർഷം ആദ്യത്തെ കത്തീഡ്രലായിട്ട് ഈ ദേവാലയം അറിയപ്പെട്ടിരുന്നു. ഇതായിരുന്നു ബിഷപ്സ് ഹൗസ്. പിന്നീട് 1936 ആണ്ടിലാണ് എറണാകുളത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. തദ്ദേശീയ മെത്രാന്മാരുടെ സ്ഥാനാരോഹണ ശേഷം, അട്ടിപ്പേറ്റി പിതാവിൻ്റെയൊക്കെ സ്ഥാനാരോഹണ ശേഷം ഈ വർഷം ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ആഡ്വിൻ കൊറയാണ്. ആഡ്വിൻ കൊറയ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അമ്പാട്ട്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇഗ്നേഷ്യസ് കൊറയ അമ്പാട്ട് നമ്മോട് കൂടെയുണ്ട്. തിരുനാളിൻ്റെ നവനാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുനാളിൻ്റെ കൊടികയറ്റം ഓഗസ്റ്റ് 9 വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാൻ ആന്റണി വാലുങ്കൽ പിതാവ് വൈകിട്ട് 6 മണിക്ക് പതാക ഉയർത്തും. തുടർന്ന് ദിവ്യബലി അർപ്പിക്കും. രണ്ടാം ദിനം ഓഗസ്റ്റ് 10 വിശുദ്ധ ബലി അർപ്പിക്കുന്നത് കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവാണ്. തുടർന്ന് 15 സമാപനം. അന്ന് രാവിലെ 10:30 മണിക്ക് വരാപ്പുഴ അതിരൂപതയുടെ അഭിമന്യ പിതാവ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് വിശുദ്ധ ബലി അർപ്പിക്കും. മഞ്ഞുമൽ പ്രൊവിൻസ് വരാപ്പുഴക്കാർക്ക് വേണ്ടി പഞ്ചായത്തിലേക്ക് വിട്ടുതന്ന പ്രദേശത്ത് ഇപ്പോൾ വാക്ക്വേ നിലവിലുണ്ട്. ആ പ്രദേശത്ത് ചെറിയ ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ദർശന സമൂഹം ഞങ്ങൾ പ്രദർശനത്തേക്ക് ഉപയോഗിക്കുന്ന കർമ്മല മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം സ്റ്റാച്ചു അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആഗ്രഹപ്രകാരം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് 14 മഞ്ഞുമൽ പ്രൊവിൻസ് പ്രൊവിൻസ് ആൾ അഗസ്റ്റിൻ മുള്ളൂർ അച്ഛൻ
നിർവഹിക്കും. വെഞ്ചിരിപ്പ് കർമ്മവും കാര്യങ്ങൾ അച്ഛൻ നടത്തും എന്നാണ് ഞങ്ങൾ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 22 അടി ഹൈറ്റുള്ള ഒരു കർമ്മല മാതാവിൻ്റെ തിരുസ്വരൂപമാണ് ഇവിടെ വരുന്നത്. അത് വളരെ മനോഹരമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അത് ഇന്നേ വരെ വരാപ്പയിലാരും മുന്നോട്ട് വന്ന് ചെയ്യാത്ത ഒരു വലിയൊരു സംഭവമാണ് ഈ സംഭവം. അതും പല രീതിയിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപം ഉണ്ടെങ്കിലും ഞങ്ങൾ ദർശന സമൂഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ മോഡലിൽ ആണ് നല്ലൊരു സംഖ്യ മുടക്കി ഇത് ചെയ്യുന്നത്. അതിന് കൊടുത്ത വലിയ മനസ്സിന് പ്രസേന്തിക്കും കുടുംബത്തിനും പ്രത്യേകം മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദിയും പറഞ്ഞുകൊള്ളുന്നു പ്രസേന്തിയോട്.